സോഷ്യൽ മീഡിയ താരം അലിൻ ജോസ് പെരേര വിവാഹ ചടങ്ങിൽ അതിഥിയായി എത്തി അപമാനിതനായ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. അലിൻ ജോസിന്റെ ജീവിതവും ഇതിനിടെ ശ്രദ്ധ നേടുന്നു. ബന്ധുക്കളിൽ പലരും അലിൻ ജോസിനെ അകറ്റി നിർത്തുകയാണെന്നാണ് അലിൻ തന്നെ പറയുന്നത്. മാതാപിതാക്കളുമായും വലിയ സ്വരച്ചേർച്ചയിലല്ലെന്നാണ് വിവരം. തന്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്നും ഇവ തനിക്ക് ലഭിക്കുമോ എന്ന ഭയമുണ്ടെന്നുമാണ് അലിൻ ജോസ് പെരേര പറയുന്നത്. ഒരാളുടെ മകനായി ജീവിക്കുമ്പോൾ അവരുടെ കാലശേഷം അവരുണ്ടാക്കിയത് വെറുതെ ആകരുത്. ചിലപ്പോൾ വീട്ടുകാർ സ്വത്തുക്കൾ അനാഥാലയത്തിന് കൊടുക്കും. ഇതിൽ ആശങ്കയുണ്ട്. മര്യാദയില്ലാത്ത വർത്തമാനം കുടുംബത്തിൽ നിന്നും ഞാൻ കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിലിം ഫീൽഡിൽ ഞാൻ ആക്റ്റീവായി നിൽക്കുന്നത്. ഫിലിം റിവ്യൂവിന്റെ പേരിൽ 10 പേർ അറിഞ്ഞു. ആ ഫെയിമിൽ ഒരുപാട് പേരുടെ കല്യാണത്തിന് പോയി. ആ കൂട്ടത്തിൽ ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് പോയപ്പോഴാണ് ഈ പ്രശസ്തിയും ജനശ്രദ്ധയും കൂടിയതെന്നും അലിൻ ജോസ് പെരേര പറഞ്ഞു. അച്ഛനും അമ്മയും അനിയത്തിയുമാണ് എൻ്റെ കുടുംബം. എനിക്ക് പ്രശസ്തി ലഭിച്ചതോടെ അനിയത്തി പഞ്ചാബിൽ പഠിക്കാൻ പോയി. പക്വതയുള്ള ആളാണ്. എന്നോട് നല്ല രീതിയിൽ സംസാരിക്കും, ഉപദേശം തരും. അകന്ന ബന്ധത്തിൽപ്പെട്ട കസിൻ സിസ്റ്റേഴ്സ് നമ്മളെ കാണുമ്പോൾ അറപ്പും ദേഷ്യവും കാണിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുമുണ്ട്. അന്ന് എനിക്ക് ധൈര്യം തന്നത് അനിയത്തിയാണ്. അച്ഛനും അമ്മയും മരിച്ചാലും സ്വത്തുക്കൾ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അച്ഛനും അമ്മയും മരിച്ചിട്ട് ആ സ്വത്തുക്കൾ തനിക്ക് ലഭിക്കാൻ കാത്തിരിക്കുകയാണ് താനെന്നും അലിൻ ജോസ് പെരേര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടും അമ്മയോടും മറ്റൊന്നിനോടും വലിയ സ്നേഹമില്ല. അച്ഛനോടും അമ്മയോടും ബഹുമാനമുണ്ട്. സ്വത്തുക്കൾ എനിക്ക് തരില്ലെന്ന് വീട്ടിൽ നിന്ന് പറയാറുമുണ്ട്. അമ്മയും അച്ഛനും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. 10-20 വയസ്സായപ്പോൾ അവരോട് സ്വത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. വരുമാനം ചെലവായി പോകുന്നതാണ്. ലക്ഷങ്ങൾ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബപരമായുള്ള ഓഹരിയുണ്ട്, അതാണ് സേവിങ്സ്. അല്ലാതെ ഈ ഫീൽഡിൽ വെച്ച് എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ 0 ബാലൻസ് ആണ്. അമ്മയെയും അമ്മൂമ്മയെയും നോക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ പോകുന്നുമുണ്ട്. ഏകദേശം വീട്ടിലെ ചെലവുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ടെന്നും അലിൻ ജോസ് പെരേര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ വീട്ടുകാരുമായി വലിയ വഴക്കും അലിൻ ജോസിനുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അച്ഛനെ അസഭ്യം പറയുന്ന വീഡിയോ അലിൻ പങ്കുവെക്കുകയുണ്ടായി. അച്ഛൻ സഹികെട്ട് മുഖം കാണിക്കാതിരിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്തായാലും ആളുകൾക്ക് വീണ്ടും ഒരു ചർച്ച ചെയ്യാനുള്ള വിഷയമായി അലിൻ ജോസിന്റെ ജീവിതം ഇതിനോടകം തന്നെ മാറി.